എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മമ്മൂട്ടി മോഹൻലാലും നല്ല ആത്മസുഹൃത്തുക്കളാണ്. അവർ തമ്മിൽ നല്ല ആത്മബന്ധമാണ് ഉള്ളത്. മോഹൻലാൽ ശബരിമല ദർശനത്തിന് പോയപ്പോൾ മമ്മൂട്ടിക്ക് അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ ശബരിമല ദർശനത്തിൽ നടത്തിയ വഴിപാടാണ് ഇപ്പോൾ വളരെയധികം വിവാദം സൃഷ്ടിച്ചുകൊണ്ട് ചർച്ചയായിരിക്കുന്നത്. അവർ തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ അടയാളമായിട്ടാണിത് മനസ്സിലാക്കേണ്ടത്. ഇതിനെക്കുറിച്ച് കബീർ ബാക്കവിയുടെ വാക്കുകളൊന്ന് നമുക്ക് കേട്ടു നോക്കാം. നമുക്ക് നമ്മുടെ ജോലി ചെയ്യാൻ സമയമില്ല. മമ്മൂട്ടി തൗബ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് നമ്മുടെ തർക്ക വിഷയം. അവനാൻ ഇതേവരെ 27-ാം രാവ് തീർന്നിട്ട് അവനാന്റെ തൗബ ഇതുവരെ നടന്നിട്ടില്ല. മമ്മൂട്ടി തൗബ ചെയ്യണോ? മമ്മൂട്ടിയുടെ തൗബയുടെ ആവശ്യമുണ്ടോ? വാർദ്ധക്യ ജരാന്തരകൾ ബാധിച്ചിട്ട് കൃത്യമായി കണക്കുകൂട്ടൽ നഷ്ടപ്പെട്ട് ജീവിതത്തിന് അങ്ങേയറ്റത്തിരുന്ന ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിനും ഈ സമുദായം അതിന് മറുപടി പറയേണ്ട ഒരു ഗതികേടിലാണ് നമ്മൾ എത്തിക്കുക. അതിന് ഈ സമുദായത്തിന്റെ പറ്റിലാണ് അതിന്റെ മറുപടി. നമ്മളെ സംബന്ധിച്ചോളം അതൊരു വിഷയമേ അല്ലല്ലോ. അത് മുസ്ലിം സമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയമൊന്നുമല്ലല്ലോ. നമുക്ക് നമ്മുടെ തൗബയെ കുറിച്ച് മാത്രമല്ലേ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. മറ്റൊരാള് തൗബ ചെയ്യണോ വേണ്ടയോ, അതാണ് ഇപ്പൊ റമദാനിലെ ഏറ്റവും വലിയ ചർച്ച. എന്റെ വീട്ടില് ജോലിക്ക് വരുന്ന പാവപ്പെട്ട ഹൈന്ദവ സ്ത്രീകളുണ്ട്. അവര് റമദാനിലൊക്കെ നമ്മൾ എന്തെങ്കിലും കൊടുത്താല് ചിലപ്പോ ആ സമയത്ത് അവരവരുടെ അമ്പലത്തിൽ പോയിട്ട് ചിലപ്പോ പറയാറുണ്ട്, അല്ലോ ഉസ്താദിന് നീ നന്മ വരുത്തണേ. അത് നമ്മുടെ കേരളത്തിന്റെ ഒരു ശൈലിയാണ്, ഒരു മിക്സഡ് കമ്മ്യൂണിറ്റി. ഇനിയിപ്പോ എനിക്ക് വേണ്ടി ആരൊക്കെ അമ്പലനടയെ പോലെ പ്രാർത്ഥിച്ചാൽ ഞാൻ അതെല്ലാം തൗബ ചെയ്യണമെന്ന് പറഞ്ഞ എത്രയോ ഞങ്ങളുടെയൊക്കെ നാടെങ്ങനെ മിക്സഡ് കമ്മ്യൂണിറ്റിയാണ്. അവര് നമ്മൾ ചിലപ്പോ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അവര് പോയി നമ്മൾ പറഞ്ഞു വിട്ടൊന്നുമല്ലല്ലോ. ഇദ്ദേഹം പറയുന്നത് എത്രമാത്രം ശരിയാണ്. നമ്മുടെ കാര്യങ്ങൾ നോക്കാതെ മറ്റവൻ്റെ കാര്യങ്ങളിലേക്ക് ചികഞ്ഞു പോകുമ്പോൾ അവരവരുടെ തൗബ തന്നെയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്ന കബീർ ബാക്കവിയുടെ വാക്കുകൾ വളരെ സത്യസന്ധമാണ് അല്ലേ? മോഹൻലാൽ വളരെ രഹസ്യമായിട്ടാണ് ശബരിമല ദർശനം നടത്തുന്നത്. ഞാൻ പറഞ്ഞിട്ടല്ല മോഹൻലാൽ ഈ ഒരു വഴിപാട് കഴിച്ചതെന്നും നിങ്ങൾ കണ്ടതുപോലെ സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഞാനും ഈ ഒരു കാര്യം അറിഞ്ഞതെന്നുമാണ് മമ്മൂട്ടി പ്രതികരിച്ചത്. ഇതിൽ നിങ്ങൾ മതം കാണരുത്, രണ്ടുപേർ തമ്മിലുള്ള സ്നേഹബന്ധമാണ് ഈ കണ്ടത് എന്നുമാണ് മമ്മൂട്ടി ഇതിനെതിരെ പ്രതികരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടല്ല മോഹൻലാൽ ഇത് ചെയ്തതെന്നും മതത്തിൻ്റെ പ്രാർത്ഥന അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സാണെന്നുമാണ് മമ്മൂട്ടി ഇതിന് പ്രതികരിക്കുന്നത്. ഇങ്ങനെ ഒരു നല്ല കൂട്ടുകാരൻ എനിക്കുള്ളത് എൻ്റെ ഭാഗ്യമായി കരുതുന്നു എന്നും കൂടി മമ്മൂട്ടി പറയുന്നു. സിനിമാ നടനാണെങ്കിലും എല്ലാ വെള്ളിയാഴ്ചയിലും മമ്മൂട്ടി പള്ളിയിൽ എത്താറുണ്ടെന്ന് നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും എപ്പോഴും അറിവുള്ളൊരു വിഷയമാണ്. എന്നാൽ ഈ വെള്ളിയാഴ്ചയും കഴിഞ്ഞ വെള്ളിയാഴ്ച കൂടി അദ്ദേഹത്തിന് തീരെ സുഖമില്ലാതിരുന്നിട്ടും അദ്ദേഹം പള്ളിയിൽ വരുന്ന ഈ കാഴ്ച ഒന്ന് കണ്ടു നോക്കൂ. ഇക്കൊല്ലത്തെ റമദാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ചയാണ് ഇന്ന്. ജുമാ നിസ്കരിക്കാൻ ദുൽഖറിനെയും കൂട്ടി മമ്മൂട്ടി പള്ളിയിലെത്തുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. എല്ലാ വർഷത്തെ പോലെ ആയിരുന്നില്ല ഇപ്രാവശ്യത്തെ മമ്മൂട്ടിയുടെ നോമ്പ് മാസം. ചില ആരോഗ്യ ബുദ്ധിമുട്ടുകൾ കാരണം മമ്മൂട്ടി ആശുപത്രിയിലായിരുന്നു. എത്ര തിരക്കിലാണെങ്കിലും നിസ്കാരം വിട്ട ഒരു പരിപാടിയും മമ്മൂട്ടിക്കില്ല. എല്ലാ വെള്ളിയാഴ്ചയും കൊച്ചിയിലെ ഏതെങ്കിലും പള്ളിയിൽ മമ്മൂട്ടി ഉണ്ടാവും. അത് പതിവ് കാഴ്ചയാണ്. അതൊരു വാർത്താ പ്രാധാന്യമുള്ള കാര്യമല്ല, കൊച്ചിക്കാർ കണ്ടുമടുത്ത കാര്യമാണ്. എന്നാൽ എല്ലാ പ്രാവശ്യത്തെയും പോലെയല്ല, ഇപ്രാവശ്യം ചില ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും വേദനകൾ ഉണ്ടായിട്ടും മമ്മൂട്ടി പള്ളിയിൽ വരവ് മുടക്കിയില്ല. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ബായ്.